ഗുഡ് മോർണിംഗ് ഓൾ. അപ്പോൾ ഇന്ന് ഡേ 3. അപ്പോൾ രാവിലെ നമ്മളിപ്പോൾ ഒരു 6 o'clock എഴുന്നേറ്റിട്ടുണ്ട്. 6:30 സ്റ്റാർട്ട് ചെയ്യാനാണ് വിചാരിക്കുന്നത്. സോ ടുഡേ വി ഹാവ് ടു ഗോ ടിൽ നാംചെ. അപ്പോൾ ഇവിടുന്ന് ഒരു 10 കിലോമീറ്ററാണ് നാംചെക്ക് വേണ്ടിയിട്ടുള്ളത്. സോ വി ആർ അബൌട്ട് ടു സ്റ്റാർട്ട് ഇറ്റ്. സോ നമ്മുടെ ഡേ 3 ട്രക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഡേ 2. അപ്പോൾ നമ്മളിപ്പോൾ കറൻ്റ്ലി ഉള്ളത് ഫഗ്ഡിങ്ങിലാണ്. ഇറ്റ്സ് ഹിയർ. ആൻഡ് നമ്മൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫ്രം പയ്യ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, ഷുർക്കെ. ദെൻ നമ്മളിപ്പോൾ ഉള്ളത് ഫഗ്ഡിങ്. ടുഡേ വി വിൽ റീച്ച് ടിൽ നാംചെ ബസാർ. നമുക്കിത് എടുക്കുന്നത് ഏകദേശം 10 കിലോമീറ്ററാണ്. സോ ലെറ്റ്സ് ഡു ഇറ്റ്. ഹായ് ഫോക്സ്. അപ്പോൾ ഡേ 3 നമ്മളിപ്പോൾ ഫഗ്ഡിങ്ങിൽ നിന്ന് നാംചെ ബസാറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ടോട്ടൽ ജേർണി വരുന്നത് നമുക്കിന്ന് 10.5 കിലോമീറ്ററാണ്. ഫുൾ ഓൺ നടത്തം തന്നെ ആയിരിക്കും. അപ്പോൾ ബാക്കി കാഴ്ചകളൊക്കെ വഴിയെ ഏർലി മോർണിംഗ് ആണ്. അറൗണ്ട് 6 മണി ആയിട്ടേ ഉള്ളൂ. ആൻഡ് എ ലിറ്റിൽ ബിറ്റ് കോൾഡ് ബട്ട് നോട്ട് ദാറ്റ് മച്ച്. സ്റ്റിൽ എൻജോയിങ്. സോ ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഡു ഇറ്റ്. See the beauty of Phakding. നാംചെ ബസാറിലോട്ടുള്ള യാത്രയുടെ ആദ്യത്തെ കുറച്ച് മണിക്കൂറുകൾ ഇതുപോലെ കാണുന്ന വഴികളായിരുന്നു. കുത്തനെയുള്ള കയറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. ഫഗ്ഡിങ്ങിൽ നിന്നും നാംചെയിലേക്കുള്ള കയറ്റത്തെ പറ്റിയിട്ടാണ് എല്ലാവരും പറയാറ്. ഭയങ്കര ബുദ്ധിമുട്ടുള്ള കയറ്റമാണെന്ന്. പക്ഷേ ആദ്യത്തെ ഒരു മണിക്കൂർ ഇതുപോലുള്ള നിരപ്പായിട്ടുള്ള വഴികൾ തന്നെയാണ്. ഇവിടെ നിന്ന് നമുക്കൊരു സസ്പെൻഷൻ ബ്രിഡ്ജ് ക്രോസ് ചെയ്യാനുണ്ട്. അതിനുശേഷം നമ്മൾ അപ്പർ ഫഗ്ഡിങ്ങിലെത്തും. അതിനുശേഷം പിന്നീടുള്ള കയറ്റത്തെ പറ്റിയാണ് എല്ലാവരും ഒരുപാട് ബുദ്ധിമുട്ടുള്ള കയറ്റം എന്ന് പറയാറ്. So day 3 we are going into Namche Bazaar, and you know one thing, just see this bread. Okay, and you know one thing, just view, this view, this river. I hope you can hear the voice. It's simply amazing. അടിപൊളിയായിട്ടില്ലേ? യെസ്. മനോഹരമായിട്ടുള്ള പ്രെയർ ഫ്ലാഗുകളും അതുപോലെ തന്നെ ചെറുതും വലുതുമായ ഒരുപാട് നദികളുടെ കൈവഴികളും ഒക്കെ ഈ റൂട്ടിൽ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അതിരാവിലെ തുടങ്ങിയ നടത്തമായതുകൊണ്ട് തന്നെ വെയിലുണ്ടായിരുന്നില്ല. ചെറിയ കാറ്റും ഈ നദികളുടെ സൗണ്ടും പിന്നെ പൈൻ മരങ്ങളുടെ ഇടയിലൂടെയുള്ള നടത്തവും എല്ലാം കൊണ്ടും ഫഗ്ഡിങ്ങിൽ നിന്നും നാംചെയിലോട്ടുള്ള നടത്തം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. Kilometer more to Sagarmatha National Park. ഇന്നത്തെ ദിവസം തന്നെയാണ് നമ്മൾക്ക് എൻട്രി പാസും കാര്യങ്ങളും ഒക്കെ എടുക്കേണ്ടത്. അതായത് സാഗർമാത നാഷണൽ പാർക്കിൻ്റെ എൻട്രൻസ് നമ്മൾ ക്രോസ് ചെയ്യുന്നത് ഇന്നത്തെ ദിവസമാണ്. മോഞ്ചോയിലാണ് സാഗർമാത നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. അവിടെ നിന്നാണ് നമുക്ക് എവറസ്റ്റ് ബേസ് ക്യാമ്പ് കയറാൻ വേണ്ടിയിട്ടുള്ള എൻട്രി പാസ് എടുക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ വഴിയേ പറയാം. ഈ കാണുന്ന പോലെയുള്ള ചെറിയ കയറ്റങ്ങളായിരുന്നു മുന്നോട്ടുള്ള യാത്രയിലുണ്ടായിരുന്നത്. ചെറിയ കയറ്റമാണെങ്കിൽ പോലും ലഗേജ് തൂക്കിയുള്ള നടത്തം ഈ വഴിയിൽ അത്യാവശ്യം ബുദ്ധിമുട്ടുള്ളതായിരുന്നു. നിങ്ങളിതേ കണ്ടോ, ലഗേജ് കൊണ്ടുവരുന്ന ഷെയർപ്പുകളും അതുപോലെ തന്നെ യാത്രക്കാരുമൊക്കെ എല്ലാം ഒരു 10 സ്റ്റെപ്പ് കഴിയുമ്പോഴും ഇതുപോലൊരു റെസ്റ്റ് ബ്രേക്ക് എടുക്കുന്നുണ്ടായിരുന്നു.
അതിനുശേഷം മുന്നോട്ടുള്ള കാഴ്ചകളും നല്ല പച്ചപ്പ് നിറഞ്ഞ വഴികളും അതുപോലെ തന്നെ ചെറിയ നദികളുടെ കൈവഴികളും ഒക്കെ മനസ്സിനെ വല്ലാതെ തണുപ്പിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത്ര വലിയ ക്ഷീണമൊന്നും തോന്നുന്നുണ്ടായിരുന്നില്ല. സാഗർമാത നാഷണൽ പാർക്കിലേക്ക് എത്തുന്നതിന് മുന്നേ ഉള്ള രണ്ടാമത്തെ ബ്രിഡ്ജാണ് നിങ്ങൾ കാണുന്നത്. ഈ ബ്രിഡ്ജും കൂടെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മോഞ്ചോ എന്ന് പറയുന്ന വില്ലേജിലേക്കാണ് എത്തിച്ചേരാൻ പോകുന്നത്. ഒട്ടുമിക്ക സസ്പെൻഷൻ ബ്രിഡ്ജുകളുടെയും രണ്ട് സൈഡിലും നമുക്കിതുപോലെ നദികളുടെ കാഴ്ചകൾ കാണാൻ സാധിക്കും. എല്ലാ സസ്പെൻഷൻ ബ്രിഡ്ജും ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെൻറ്റ് തോന്നിക്കാൻ കാരണവും ഇതുപോലെയുള്ള നദികളുടെ കാഴ്ചകൾ തന്നെയാണ്. So we started our journey back 3 hours ago and we almost covered 5 kilometers now. See the beautiful waterfall. Awesome. So in നമുക്ക് again ഉണ്ട് ഏകദേശം 10 kilometers totally ഉള്ളതിൽ നമ്മൾ 5 kilometers cover ചെയ്തു. So 5 kilometers more. Let's go. So finally we are about to reach the entry point. From here you have to take the tickets to the Everest Base Camp. So yeah. നമ്മൾ സാഗർമാത നാഷണൽ പാർക്കിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് പെർമിറ്റ് എടുത്തിട്ട് വേണം നമ്മൾ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. പെർമിറ്റിന് വേണ്ടിയിട്ട് വേണ്ടത് നമുക്ക് പാസ്പോർട്ട് അല്ലെങ്കിൽ നമ്മുടെ ID കാർഡാണ്. ബെറ്റർ പാസ്പോർട്ട് ക്യാരി ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഞാൻ പാസ്പോർട്ടാണ് ക്യാരി ചെയ്തിരിക്കുന്നത്. അപ്പോൾ പാസ്പോർട്ട് എടുത്തിട്ട് നമ്മൾ ആദ്യം പെർമിറ്റ് എടുക്കണമെന്നുണ്ട്. പെർമിറ്റ് എടുത്തതിന് ശേഷം ടിക്കറ്റ് കൗണ്ടർ ഇപ്പുറത്തുണ്ട്. ടിക്കറ്റ് കൗണ്ടറിന് ശേഷം പിന്നെ ഇവിടെ ബാഗ് ചെക്ക് ചെയ്യാൻ നമ്മൾ പോയിട്ടുണ്ട് എൻട്രിയിൽ. അവിടെ നിന്ന് ബാഗ് ചെക്ക് ചെയ്തിട്ട് നമുക്ക് മൂവ് ചെയ്യണം. സോ പെർമിറ്റ് ഇല്ലാണ്ട് നമുക്ക് ട്രെക്ക് ചെയ്യാൻ പറ്റില്ല. സോ പോയിട്ട് ഞാൻ ചെക്ക് ചെയ്തിട്ട് നോക്കട്ടെ, പെർമിറ്റിൻ്റെ എമൗണ്ടും ഡീറ്റെയിൽസും ഒക്കെ പറയാം. സോ ബേസിക്കലി ദിസ് ഈസ് ദ പ്രൊസീജിയർ. സോ വി ജസ്റ്റ് റീച്ച് സാഗർമാത നാഷണൽ പാർക്ക് എൻട്രൻസ്. ദെൻ ഇവിടെ നിന്നാണ് നമ്മുടെ ഒഫീഷ്യൽ ട്രയൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. So this is the place where we need to take the permit. I am carrying my passport. Yeah, let's see. സോ ഇവിടെ നിന്നാണ് നമ്മൾക്ക് ബേസ് ക്യാമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എൻട്രി പോയിന്റും പെർമിറ്റും വേണ്ടത്. അതിന് ബേസിക് ഡോക്യുമെൻറ്റ്സ് ആയിട്ട് നമ്മളിവിടെ സബ്മിറ്റ് ചെയ്യേണ്ടത് ID കാർഡോ പാസ്പോർട്ടോ ആണ്. ഞാൻ പാസ്പോർട്ടാണ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 2000 രൂപയാണ് ടിക്കറ്റിന്. അതുപോലെ തന്നെ നമ്മുടെ ട്രെക്ക് കാർഡിന് എക്സ്ട്രാ 1500 നേപ്പാളിയാണ് പേ ചെയ്യേണ്ടത്. സോ ടോട്ടലി ഇന്ത്യൻ സിറ്റിസണിന് 3500 നേപ്പാളിയാണ് ഇവിടെ ചാർജായിട്ട് ഈടാക്കുന്നത്. So this is the permit. We got it from here. ഇനി ഈ പെർമിറ്റ് വെച്ചിട്ട് നമുക്ക് ഇവിടുന്ന് എൻട്രി ടിക്കറ്റ് എടുക്കണം. സോ
ലെറ്റ്സ് ഡു. പെർമിറ്റിന് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 1500 നേപ്പാളിയാണ് ഫോർ ഇന്ത്യൻസ്. ഫോറിനേഴ്സിന് വരുന്നത് 3000 നേപ്പാളി. സോ നമുക്ക് പെർമിറ്റിന് വേണ്ടിയിട്ട് 1500 നേപ്പാളിയാണ് വേണ്ടി വരിക. അതിനുശേഷം നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത് ഇങ്ങനെ ഒരു ട്രെക്ക് കാർഡ് അവർ തരും, ദിസ് വൺ. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പേ ചെയ്യേണ്ടത് ഏകദേശം 2000 നേപ്പാളിയാണ് പേ ചെയ്യേണ്ടത്. അപ്പോൾ ടോട്ടലി ഒരു 3500 റുപ്പീസാണ് നമുക്ക് എഫ് സ്പേസ് കഴിഞ്ഞിട്ട് 3 പാസ് ട്രെക്കിന് വേണ്ടിയിട്ട് വേണ്ടി വരുന്നത്, ചാർജായിട്ട് വരുന്നത്. സോ ഈ ട്രെക്ക് കാർഡ് നമ്മൾ സൂക്ഷിച്ച് വെക്കണം, ബിക്കോസ് എല്ലായിടത്തും ചെക്കിങ് ഇതായി ഈ പാസും ഈ പെർമിറ്റും ആയിരിക്കും. സോ ബെറ്റർ ടേക്ക് എ ഫോട്ടോ ഫോട്ടോ എടുത്ത് വയ്ക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്ന് തോന്നുന്നുണ്ട്. സോ എൻട്രി ടിക്കറ്റും പെർമിറ്റും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെക്കിംഗ് പോയിന്റ് ഉണ്ട് ആർമിയുടെ. അവിടെ നമ്മുടെ ബാഗേജ് ഓപ്പൺ ചെയ്തിട്ട് അവർ ബേസിക് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും. അതിനുശേഷം നമുക്ക് എൻട്രി ഗേറ്റ് കടന്ന് നമ്മുടെ ട്രെക്ക് തുടരാവുന്നതാണ്. ഇതാണ് സാഗർമാല നാഷണൽ പാർക്കിന് ശേഷം കാണുന്ന ഒരു കവാടം പോലെ. വി വിൽ സ്റ്റാർട്ട് അവർ ട്രെക്ക് ഫ്രം ഹിയർ ഓൺസ് അഗൈൻ. Another bridge on the way and see the view. ഹായ് ഫോക്സ്, അപ്പോൾ നമ്മൾ സാഗർമാല നാഷണൽ പാർക്ക് ക്രോസ് ചെയ്തിട്ട് നടന്നു തുടങ്ങി. അപ്പോൾ ഇനിയിപ്പോൾ ഉച്ചയ്ക്കത്തെ ലഞ്ച് കഴിച്ചിട്ട് ഇവിടുന്ന് മൂവ് ചെയ്യാനാണ് പ്ലാന്. എൻ്റെ കയ്യിൽ കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് തന്നെ ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത്, ഒരു മെയിൽ 1 ഡേ എന്നുള്ള രീതിയിലാണ്. ബാക്കിയൊക്കെ നമ്മൾ ക്യാരി ചെയ്യുന്നുണ്ട് സാധനങ്ങൾ. അതിൻ്റെ വെയിറ്റാണ് മാരക വെയിറ്റ്, ബട്ട് സ്റ്റിൽ അതുകൊണ്ട് ഒരുപാട് മണി നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഇറ്റ്സ് റിയലി എക്സ്പെൻസീവ് ഓവർ ഇൻ ദ മൗണ്ടെയിൻ, ബട്ട് സ്റ്റിൽ സംടൈംസ് ഇഫ് യു നീഡ് ഫുഡ് നെവർ അവോയ്ഡ് ദാറ്റ് ആസ് വെൽ. ഇന്നിപ്പം വേണ്ടാന്ന് തോന്നുന്നുണ്ട്, ബട്ട് മേ ബി ടുമോറോ ലെറ്റ്സ് സീ. എവറസ്റ്റ് ബേസ് ക്യാമ്പിന്റെ യാത്രയിൽ എല്ലാവരും ഒരുപാടധികം കാത്തിരിക്കുന്ന ഒരു വ്യൂ പോയിന്റിന്റെ അടുത്തേക്കാണ് ഇപ്പൊ നമ്മൾ എത്താൻ പോകുന്നത്. ദേ അങ്ങ് ദൂരെ കാണുന്നതാണ് ഹിലരി ബ്രിഡ്ജ്. സോ നമ്മൾ നാംചിയിൽ എത്തുന്നതിന് മുന്നേ ആയിട്ട് ബാക്കിൽ നിങ്ങൾ ഈ കാണുന്നതാണ് ഹിലരി ബ്രിഡ്ജ്. നമ്മൾ പറയുന്നത് ഗേറ്റ് വേ ഓഫ് എവറസ്റ്റ് എന്ന് വിളിക്കുന്ന ഹിലരി ബ്രിഡ്ജാണ് നിങ്ങളിപ്പോൾ ഈ ബാക്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് നല്ലൊരു കയറ്റമുണ്ട്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് വി വിൽ റീച്ച് that bridge, one of our dream. So yeah, let's go to there. അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള ഒരു കയറ്റത്തിന് ശേഷം ഒരു അടിപൊളി വ്യൂ നിങ്ങളെ കാത്തിരിക്കാറുണ്ടെന്ന് എല്ലാവരും പറയാറില്ലേ? അതുപോലെ തന്നെ ഹിലരി ബ്രിഡ്ജിലേക്കുള്ള ഈ ഒരു കയറ്റം കുറച്ച് ബുദ്ധിമുട്ടുള്ളത് തന്നെയാണ്. കാരണം നമ്മൾ ഓൾറെഡി നടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 3-4 മണിക്കൂറായിട്ടുണ്ടായിരുന്നു. ഈ സ്റ്റെയേഴ്സിൻ്റെ കയറ്റം എനിക്കും അത്യാവശ്യം ബുദ്ധിമുട്ടായിട്ട് തന്നെയാണ് തോന്നിയത്. പക്ഷേ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്ന ഹിലരി ബ്രിഡ്ജാണ് മുന്നിലുള്ളത് എന്നുള്ള ഒരൊറ്റ ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഈ കയറ്റം വളരെ സ്പീഡോടുകൂടി തന്നെ കയറ്റി തീർക്കാൻ സാധിച്ചത്. ഫൈനലി നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദ ഗേറ്റ് വേ ഓഫ് എവറസ്റ്റ് എന്നറിയപ്പെടുന്ന എവറസ്റ്റ് ബേസ് ക്യാമ്പ് വരുന്ന എല്ലാ ആൾക്കാരുടെയും ബക്കറ്റ് ലിസ്റ്റിലുള്ള ദ ഗ്രേറ്റ് ഹിലരി ബ്രിഡ്ജ് ആണ്. എൻ്റെയും ബക്കറ്റ് ലിസ്റ്റിലെ ഒരു മെയിൻ ആള് തന്നെയായിരുന്നു കേട്ടോ ഈ കാണുന്ന ബ്രിഡ്ജ്. സോ യാ, വി ആർ ഹിയർ. So here we are, the great Hillary Bridge, the gateway of Everest. You can see that. So yeah, finally we are here.
അപ്പോൾ ഇന്നത്തെ ദിവസത്തെ യാത്രയിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഭാഗം ഹിലരി ബ്രിഡ്ജ് ക്രോസ് ചെയ്തതിന് ശേഷമുള്ളതായിരുന്നു. അതിനുശേഷം അത്യാവശ്യം നല്ല പോലെ തന്നെ ഒരു എലവേഷൻ ഗെയിം നമുക്ക് ചെയ്യാനുണ്ടായിരുന്നു. കുത്തനെയുള്ള കയറ്റത്തിനേക്കാൾ കൂടുതൽ നമ്മൾ ഓൾറെഡി 4-5 മണിക്കൂർ നടന്നു കഴിഞ്ഞിരുന്നു. അത്യാവശ്യം വെയിലും വന്നു തുടങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ ബോഡി ഓൾറെഡി നല്ലപോലെ ടയേർഡായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വരുന്ന ചെറിയ കയറ്റം പോലും നമ്മുടെ ബോഡിയെയും പ്രത്യേകിച്ച് കാലിനെയും നല്ലപോലെ ടയേർഡിങ് ആക്കുന്നുണ്ടായിരുന്നു. ഹായ് ഫോക്സ്, നമ്മളിപ്പോൾ നാംചിയിലോട്ടുള്ള കയറ്റത്തിലാണ്. നിങ്ങൾക്ക് കാണാൻ കുത്തനെയുള്ള കയറ്റാണുള്ളത്. സോ ദാറ്റ്സ് നോട്ട് അറ്റ് ഓൾ ഈസി. അത്യാവശ്യം ബുദ്ധിമുട്ടുണ്ട്, ബട്ട് നോട്ട് ദാറ്റ് മച്ച് ഡിഫിക്കൽട്ട് ആസ് വെൽ. എസ്പെഷ്യലി നമ്മുടെ ഹിലരി ബ്രിഡ്ജിന് ശേഷമുള്ളൊരു കുത്തനെ കയറ്റമുണ്ട്. ആ കയറ്റമാണ് ഇതിൽ നാംചി വരുന്നതിൽ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ളത്. ഇനി നാംചി വരെ കണ്ടിന്യൂസ് ഇങ്ങനെ തന്നെ റോഡാണ്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നിന്ന് മൂവ് ചെയ്യാന്നുണ്ടെങ്കിൽ വി ക്യാൻ ഡു ദാറ്റ്. സോ യാ, ലെറ്റ്സ് ഗോ. So finally, after almost 7 hours of trekking, നമ്മൾ നാംചിയുടെ ട്രെക്ക് കാർഡ് വെരിഫിക്കേഷൻ പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. ഹിയർ ആൻഡ് ഇവിടെ നമ്മുടെ ട്രെക്ക് കാർഡ് വെരിഫൈ ചെയ്തതിന് ശേഷം നമുക്ക് ഇനിയും മൂവ് ചെയ്യണം നമ്മുടെ ഒരു സ്റ്റേ തപ്പിയിട്ട്. ബട്ട് സ്റ്റിൽ ഫൈനലി ആഫ്റ്റർ ദിസ് മച്ച് ഓഫ് വർക്ക് റീച്ചിങ് ഹിയർ ഫീൽസ് വെരി ഗുഡ്. യാ. എൻട്രി പോയിന്റിന് ശേഷം ഏകദേശം 20 മിനിറ്റ് നടക്കുമ്പോഴേക്ക് തന്നെ നമ്മൾ നാംചി വില്ലേജിലേക്ക് എത്തും. പക്ഷേ ടൂറിസ്റ്റിന് വേണ്ടിയിട്ടുള്ള സ്റ്റേ ഓപ്ഷൻസ് ഒക്കെ ലഭിക്കുന്നത് കുറച്ചും കൂടെ മുന്നിലേക്ക് നടന്നു കഴിഞ്ഞാൽ ഒരു നാംചി ബസാറിൻ്റെ പ്രോപ്പർ വ്യൂ കിട്ടുന്ന സ്ഥലത്ത് നിന്നായിരിക്കും. അവിടെ എത്തിയിട്ട് വേണം നമുക്ക് ഇന്നത്തേക്കുള്ളൊരു സ്റ്റേ തപ്പാൻ വേണ്ടിയിട്ട്. ഹോപ്പ്ഫുള്ളി വി വിൽ ഗെറ്റ് ഇറ്റ് ഓവർ ദെയർ. So yeah, it's quite hard, but successfully we completed. For 2 days we will stay back here. Then after 2 days we will start our trek to base camp. Thank you. And finally we reached Namche Bazaar. This is Namche. For 2 days we will stay back here. It's pretty cool. See the weather as well. It's cloudy. I was so nervous when I started this trek because carrying your own luggage to the top is very difficult. നാംചി എത്താൻ പറ്റുമെന്ന് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ബിക്കോസ് നല്ല കുത്തനെ കയറ്റാണ്. അപ്പോൾ എൻ്റെ ലഗേജ് ഒരു 9-10 കിലോ എന്താണെങ്കിലും ഉണ്ട്. ആൻഡ് നൗ ഐ എം സൂപ്പർ പ്രൗഡ് ദാറ്റ് I did it. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റൂം ഇതാണ്. You can see the room and the view as well from the door. Yes, this is the room. Neat and clean. Charging port ഉണ്ട്. So better. So after completing the trek, reaching the stay, then having dal bath, that's something awesome. I just needed dal bath only. ഇതൊരു വലിയ നടത്തായിരുന്നു ഇന്നത്തെ. ഏകദേശം നമുക്കൊരു 8-9 മണിക്കൂർ നടന്നിട്ടാണ് നമ്മൾ എത്തിയത്. ആൻഡ് എത്തിക്കഴിഞ്ഞിട്ട് സമാധാനമായിട്ട് എന്നിട്ട് ഫുഡ് കഴിക്കാൻ പറ്റുന്നതാണ് എവറിഥിങ്. ആൻഡ് ഹിയർ യു ഗോ, ദാൽ ബാത്ത് ആണ് കഴിക്കുന്നത്. ഒബ്വിയസ്ലി ഇൻ നേപ്പാൾ dal bath is the energy food. So yeah, I'm going to have it. Then അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ബാക്കി വിശേഷങ്ങളൊക്കെ നാളെ ഫുഡ് കഴിച്ചിട്ട് need a good sleep.